നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയെ പോലും അറിയിക്കാതെ തലസ്ഥാന നഗരിയിലെ ഒരു സ്കൂൾ ഗേറ്റ് പൊളിച്ചു മാറ്റിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ അധികാരധാർഷ്ട്യം. തിരുവനന്തപുരത്തെ SMV സ്കൂളിലാണ് മേയറുടെ അഴിഞ്ഞാട്ടം. മേയർ ആര്യ രാജേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ പ്രിൻസിപ്പലിനെ പോലും അറിയിക്കാതെയാണ് ബാർ ഹോട്ടലിന് വേണ്ടി SMV സ്കൂളിന്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുന്നത്. എന്നാൽ കടുത്ത പ്രതിഷേധമുയർന്നതോടെ തീരുമാനത്തിൽ നിന്നും കോർപ്പറേഷന് പിന്മാറേണ്ടി വന്നിരിക്കുകയാണ്. കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റും കമ്പികളും പൊളിച്ചുമാറ്റി. നിർമ്മാണത്തിനായി എടുത്ത കുഴിയും മൂടി. വിദ്യാർത്ഥി സംഘടനയായ ABVPയുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് SMV. അങ്ങനെയുള്ള SMV സ്കൂളിന്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കാൻ കോർപ്പറേഷനാണ് തീരുമാനിച്ചത്. സ്കൂളിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന് തൊട്ടു പിന്നിലായിട്ടാണ് പുതിയ കവാടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം മതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗേറ്റ് മാത്രം ഉള്ളിലേക്ക് പണിയുന്നു എന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചു. സ്കൂളിന്റെ എതിർവശത്തുള്ള ബാർ ഹോട്ടലുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് സ്കൂൾ കവാടം പൊളിച്ചത് എന്ന ആരോപണവുമായി പലരും രംഗത്തേക്ക് വന്നു. നേരത്തെ ബിയർ പാർലറായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബാർ ആക്കാനുള്ള പണികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് സ്കൂളുകളിൽ നിന്നും 200 മീറ്റർ ദൂരപരിധി പാലിച്ചാൽ മാത്രമേ ബാർ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. നിലവിൽ സ്കൂളിന്റെ പ്രവേശന കവാടവും ബാറും തമ്മിൽ നിഷ്കർഷിക്കുന്ന ദൂരപരിധിയുടെ പകുതി പോലുമില്ല. എന്നാൽ ബാർ റോഡിന്റെ മറുവശത്തായതിനാൽ ഓവർ ബ്രിഡ്ജ് ചുറ്റിയോ ആയുർവേദ ജംഗ്ഷൻ ചുറ്റിയോ ആണ് ദൂരപരിധി കണക്കാക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ പോലും 200 മീറ്റർ എന്ന പരിധി എത്തില്ല. ഈ സാഹചര്യം നിലനിൽക്കെയാണ് സ്കൂൾ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റുന്ന പണി ആരംഭിച്ചത്. ഇതോടെ 200 മീറ്റർ മറികടക്കാൻ കഴിയുന്ന അവസ്ഥയെത്തി. ഇതേ തുടർന്നാണ് പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒരു ദിവസം രാവിലെ പണി തുടങ്ങിയപ്പോൾ കുട്ടികളെ വിളിക്കാൻ സ്കൂൾ ബസ്സിന് പോലും പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. അന്ന് കുഴിയെല്ലാം നികത്തിയാണ് ബസ്സിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ബാർ മുതലാളിമാരെ സഹായിക്കുന്ന കോർപ്പറേഷനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. സ്കൂളിന്റെ ഗേറ്റ് മാറ്റാൻ ബാർ മുതലാളിയിൽ നിന്ന് മേയറും കോർപ്പറേഷൻ ഭരണസമിതിയും വൻ തുക വാങ്ങിയെന്ന ആരോപണവും ഉയരുന്നു. മതിൽ നിലനിർത്തിക്കൊണ്ട് ഗേറ്റ് മാത്രം ഉള്ളിലേക്ക് പണിയുന്നത് ദുരൂഹതയുയർത്തുന്നതാണ് എന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റണമെന്നും സ്കൂളിന് സഹായം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ബാറുകാരുടെ ഇടനിലക്കാർ സ്കൂൾ അധികൃതരെ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നു. ജനപ്രതിനിധികളുമായി സംസാരിച്ച വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു. മേയർ സ്ഥലത്തില്ലാത്തതിനാൽ കാണാൻ സാധിച്ചില്ല. MLAയെയും കാണും. ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നതാണ് കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിനുള്ളിലേക്ക് 2 ദിവസമായി വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ദ്രുതഗതിയിലാണ് ഇവിടെ പണി പുരോഗമിക്കുന്നത്. പുതിയ മാസ്റ്റർ പ്ലാനിൽ റോഡ് വികസനം ശുപാർശ ചെയ്തിരിക്കുന്നതിനാലാണ് സ്കൂളിന്റെ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് എന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഗേറ്റ് മാറ്റിവെക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നുവെന്നും വിനോദ് കുമാർ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തെ MG റോഡിൽ തലയെടുപ്പോടെ നിൽക്കുന്ന SMV സ്കൂളിന്റെ പേര് ശ്രീ മൂലവിലാസം ഹൈസ്കൂൾ എന്നാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു കാലത്ത് 4000-ഓളം പേർ ഇവിടെ പഠിച്ചിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗം തളർന്നപ്പോൾ SMVയിലും കുട്ടികൾ കുറഞ്ഞു. രാജഭരണകാലത്ത് തുടങ്ങിയ സ്കൂളിന് നിരവധി നേട്ടങ്ങളും മാതൃകകളും അവകാശപ്പെടാനുണ്ട്. അധ്യാപകരും കുട്ടികളും ചേർന്ന് മാഞ്ഞാലിക്കുളത്ത് നിർമ്മിച്ച സ്കൂൾ ഉത്തമ മാതൃക തന്നെയാണ്. ബാർ അനുമതി ലഭിക്കാനായി സർക്കാർ സ്കൂളിന്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുന്നുവെന്ന് ആരോപണമുയർന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് SMV സ്കൂളിന്റെ മുന്നിൽ ബാർ വരാൻ പാടില്ല എന്നും തങ്ങളത് അനുവദിക്കില്ല എന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നാളെ ഒരു സമയത്ത് നമ്മുടെ അനിയന്മാർ പഠിക്കേണ്ട സ്ഥലമാണത്. നമ്മൾ തന്നെ പ്രതിഷേധിച്ചില്ല എങ്കിൽ നാളെ അവർ വഴിതെറ്റിപ്പോകും. അത് SMV സ്കൂളിലെ പിള്ളേർ അനുവദിക്കില്ല. 10ാം ക്ലാസ്സുകാർക്കും +1കാർക്കും വ്യത്യസ്തമായ ഗേറ്റുകൾ വഴി വരാനാണ് ഈ മാറ്റമെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഗേറ്റ് പൊളിക്കുന്നത് ബാറിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് എന്നും അപ്പോഴേക്കും വിദ്യാർത്ഥികളെ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും അവർ ആരോപിച്ചു. ആരെയും വിടുന്നില്ല എന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു.
അതേസമയം സ്കൂളിന് മുന്നിൽ പ്രതിഷേധിച്ച SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി.